നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന എംപ്ലോയീസിൻ്റെ ഞാൻ ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ, എന്ത് പറഞ്ഞാലും ഇത് പേഴ്സണലായിട്ട് എടുക്കും. ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് വന്നിട്ട് പറയണം എല്ലാവരും കൃത്യസമയത്തിന് വരണം, സമയം കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരാൾ അതെന്താ താൻ എന്നെ നോക്കി പറഞ്ഞു, ഞാൻ ആകെ വ്യാഴാഴ്ച മാത്രമേ നേരം വൈകിട്ടു. അതിനാണ് എല്ലാം പേഴ്സണലായിട്ട് എടുക്കുക. അപ്പം ഇതൊരു പ്രശ്നമല്ലേ? അപ്പം ഇങ്ങനെ ഈ പേഴ്സണലായിട്ട് എടുക്കുന്നതാണ് പലയിടത്തും ഒരു എംപ്ലോയറുടെ അവിടെ നമ്മൾ തുടരാൻ പറ്റാണ്ടാവുന്നത്. അയാൾ ചിലപ്പോൾ പേഴ്സണലായിട്ട് പറഞ്ഞൊന്നും ആയിരിക്കില്ല. ചിലപ്പം ഈ നേരത്തെ പറഞ്ഞില്ല അംബാനിയുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് ആരെങ്കിലും പോയിട്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ അംബാനിയുമായിട്ട് ഇടപഴകുന്നവരിൽ പലരും പോയിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ റിലയൻസിൽ വർക്ക് ചെയ്യുന്ന എത്ര സ്റ്റാഫുകൾ അംബാനിനെ കണ്ടിട്ടുണ്ടാവും? അതിൻ്റെ ആ ഒരു ഒരു കീ പൊസിഷനിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ വല്ല ഇവൻറ്റുകൾക്കൊക്കെ പോകുമ്പോൾ മാത്രമായിരിക്കും ചിലപ്പോൾ സ്റ്റേജിലോ അല്ലെങ്കിൽ ക്യാമറയിലൊക്കെ ആയിരിക്കും ഇയാളെ കണ്ടിട്ടുണ്ടാവുക. അല്ലാതെ അങ്ങനെ ഇടപഴകാനൊന്നും അങ്ങനെ എല്ലാവർക്കും പറ്റണമെന്നൊന്നും ചാൻസസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മീഡിയറ്റ് ബോസുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ക്ലാഷ് ഉണ്ടാവുക. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഞാനും താങ്കളും വർക്ക് ചെയ്യണം, താങ്കൾ എൻ്റെ ജൂനിയറാണ്, ഞാൻ സീനിയർ പൊസിഷനിൽ നിൽക്കുന്ന ആളാണെങ്കിൽ എനിക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്മാർട്ട് ആവുന്നുണ്ടെങ്കിൽ എനിക്കൊരു ത്രെട്ട് ഫീൽ ചെയ്യാം അല്ലേ? അങ്ങനെ ഒരു ത്രെട്ട് ഫീൽ ചെയ്ത് വന്നാൽ പിന്നെ നിങ്ങളെ എങ്ങനെ ഒതുക്കാം എന്നുള്ളതായിരിക്കും ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് ഉണ്ടാവാൻ.